കോഴിക്കോട് കൊയിലാണ്ടിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ സംഭവത്തിൽ ഗുരുതര വീഴ്ചയെന്ന വനം വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട്. ഗുരുവായൂർ പീതാംബരനെ മദപ്പാടിനോട് അടുത്ത സമയത്താണ് എഴുന്നള്ളിപ്പിനെത്തിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇടച്ചങ്ങല ഇല്ലാതിരുന്നതും തുടർച്ചയായ വെടിക്കെട്ടും അപകടത്തിന് കാരണമായെന്നാണ് അന്തിമ റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. മദപ്പാടിനോട് അടുത്ത സമയത്താണ് പീതാംബരനെ എഴുന്നള്ളിച്ചതെന്നാണ് രക്തസാമ്പിളുകളുടെ രാസപരിശോധനാ ഫലത്തിലുള്ളത്. പീതാംബരന്റെ രക്തത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവ് 15 മില്ലിഗ്രാമിൽ കൂടുതലാണെന്ന് കണ്ടെത്തി. 15-ൽ കൂടുന്നത് മദപ്പാടിനോട് അടുത്ത സമയത്താണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ആനയാണ് പീതാംബരൻ. ആനയുടെ ഉടമ ഉത്സവത്തിന് മുൻപ് രക്തപരിശോധന നടത്തി ഇത് ഉറപ്പുവരുത്തണം. ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായതായാണ് വനം വകുപ്പ് വിലയിരുത്തൽ. ഗുരുവായൂർ പീതാംബരന് മറ്റ് ആനകളെ ഉപദ്രവിക്കുന്ന സ്വഭാവം നേരത്തെ ഉണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. പീതാംബരൻ പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേട്ടാൽ പരിഭ്രാന്തനാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികളെ അറിയിച്ചിരുന്ന പാപ്പാന്മാരുടെ മൊഴിയും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. പടക്കം പൊട്ടിക്കുന്ന വിവരം നേരത്തെ ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചില്ലെന്നാണ് പാപ്പാന്മാർ പറയുന്നത്. ആനകൾക്ക് ഇടച്ചങ്ങല ഇടാതിരുന്നതും തുടർച്ചയായ വെടിക്കെട്ടും ആന ഇടയുന്നതിലേക്ക് നയിച്ചു. മദപ്പാടുണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ആനയെ എഴുന്നള്ളിക്കാൻ പറ്റുമോ ഇല്ല എന്നൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. കർശനമായ നിലപാടുകൾ ഈ കാര്യത്തിൽ സ്വീകരിക്കും. ഉത്സവങ്ങൾക്ക് ആനയെ എഴുന്നള്ളിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള പടക്കം പൊട്ടിക്കുന്നതും കർശനമായി ഒഴിവാക്കണമെന്നതുൾപ്പെടെയുള്ള 6 നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ടാണ് സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ ആർ കീർത്തി വനംവകുപ്പ് മന്ത്രിക്ക് നൽകിയത്. വീഴ്ചകൾ എണ്ണം പറഞ്ഞ് റിപ്പോർട്ടിലുണ്ട്. ഇതൊക്കെ നേരത്തെ പാലിച്ചിരുന്നെങ്കിൽ 3 ജീവനുകൾ നഷ്ടമാകില്ലായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനിയെങ്കിലും വനംവകുപ്പ് കർശന നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. ഷിത ജഗത്, മീഡിയ വൺ, കോഴിക്കോട്.